ഞാനേ കുറച്ച് ഭയങ്കര ഈ പറഞ്ഞ പോലെ മമ്മിന്റെ ഡാഡിയൊക്കെ എന്ത് പറഞ്ഞ അനുസരിക്കാനൊക്കെ കുറച്ച് മടിയുള്ള ടൈപ്പ് ഒരാളാ. അപ്പൊ മമ്മിയൊക്കെ പറയും നിന്റെ ഈ സ്വഭാവം അവിടെ നിന്റെ ആക്ച്വലി ജീവയുടെ റിലേറ്റ് ചെയ്തല്ല എനിക്ക് അഡ്വൈസ് വന്നത്. എന്നോട് പറഞ്ഞു ആ വീട്ടിൽ ചെന്ന് കേറിയിട്ട് നിന്റെ തനി സ്വഭാവം നീ അവിടെ കാണിക്കരുത്. പിന്നെ ഞാൻ വീട്ടിലൊന്നും അതിങ്ങനെ ജോലിയൊന്നും എടുക്കും. ഞാൻ ഒറ്റ മോളായിരുന്നു. അപ്പൊ കുറച്ചധികം പാമ്പേർഡ് ആണ്. അടുക്കളയിലൊക്കെ കയറുന്നത് ഭയങ്കര കുറവാണ്. പക്ഷെ മമ്മിയപ്പ എന്നോട് പറഞ്ഞു തരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ അവിടെ കയറി അമ്മേനെ സഹായിക്കണം, അടുക്കളയിൽ കയറി ചായ ഇടണം, ജീവയ്ക്ക് രാവിലെ ചായ ഇട്ട് കൊടുക്കേണ്ടത് നാളെ തൊട്ട് അമ്മയല്ല നീയാണ്, ജീവയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് മൊത്തം നീയാണ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ. ചെയ്തോ അതെ, എന്തൊക്കെ ചെയ്യണം നമുക്കറിയാം. നമുക്ക് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചെയ്തു. ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ എന്റെ കാപ്പി മാത്രം ഇട്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ്, ഇപ്പാണ് കല്യാണം നടന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വന്നേ? ഒന്നാമത്തെ കാര്യം ഉഴുന്നോടെ രാവിലെ കഴിക്കില്ല, അതെനിക്കറിയാം. വേറെ ഇപ്പം ആയിരുന്നെങ്കിൽ നമ്മള് ഇൻ ആൻഡ് ഔട്ട് പ്ലാൻ ചെയ്തേനെ. നമ്മള് ചിലപ്പം എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പ്ലാൻ ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ എന്ത് ഡെസ്റ്റിനേഷൻ? ബീച്ച് ഓർ ഹിൽ സ്റ്റേഷൻ ഓർ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ജയ്പൂർ അവിടെയൊക്കെ ഉള്ള സ്ഥലത്ത് ഏതെങ്കിലും നല്ലൊരു നല്ല ഡ്രീം ആയിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനില് ഫ്രണ്ട്സ് മാത്രം മതിയെന്നായിരുന്നു. വീട്ടുകാരൊന്നും കാണുന്നില്ലല്ലോ അല്ലേ. ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചിരുന്നു നമുക്ക് ഫാമിലിക്ക് നമ്മളിങ്ങനെ നടത്തുവാണെങ്കിൽ ഫാമിലിനെ നമ്മൾക്ക് ഇവിടെ അവരൊക്കെ ഒരു ട്രീറ്റ് ഒക്കെ ഹ്യൂജ് ഫംഗ്ഷൻ നമ്മള് ഫ്രണ്ട്സിനെ. കാര്യം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അറിയാലോ എപ്പോഴും ഓളമായിരിക്കും, ഭയങ്കര ഫണ്ണായിരിക്കും, ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ലിറ്ററലി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സമയത്ത് കല്യാണം കഴിക്കാൻ. ഒരു 2-3 ഫംഗ്ഷൻ, ഹൽദി അങ്ങനെ എല്ലാം മിസ്സായി. കിട്ടിയല്ലോ നല്ല പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളാബറേഷൻസ് ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഡ്രസ്, മേക്കപ്പ്, ഹെയർ ചിലപ്പോ അങ്ങനത്തെ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു പറയാൻ പറ്റില്ല നമ്മുടെ കാര്യം. അതെ, അതായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ കല്യാണ ക്വിസ്. ഇഷ്ടപ്പെട്ടു, നല്ലതാ. ജീവയും അവർണയും അവരുടെ ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് പറയുമായിരിക്കും. കളിയല്ല കല്യാണത്തിന്റെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സത്യം ബോധിപ്പിക്കണമല്ലോ. നിങ്ങൾക്ക് പറയാൻ പോകുന്ന സത്യമാണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വേണമല്ലോ. നിങ്ങളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കും.